കാലവർഷം കനക്കുന്നു. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. മായി കോഴിക്കോട് നിന്ന് രാഹുൽ കെ വിയും കണ്ണൂരിൽ നിന്ന് ഫെലിക്സും ചേർന്നുണ്ട്. ആദ്യം നമുക്ക് രാഹുലിലേക്ക് പോകാം. രാഹുൽ, ശക്തമായ മഴയ്ക്കാണ് സാധ്യത. കോഴിക്കോട് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ജില്ലയിൽ രാത്രിയിലുടനീളം ഇടവേളകളിൽ ശക്തമായ മഴയാണ് പെയ്തത്. അത് മലയോര മേഖലയിലാണ് പ്രത്യേകിച്ചും പെയ്തത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലും മഴയുണ്ടായിരുന്നു, പക്ഷേ മലയോരത്ത് ലഭിക്കുന്നതിൻ്റെ അത്രയും തീവ്രത ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ലൈവിന് തയ്യാറാകുന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഇതാ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിലാണ് മഴ പെയ്യുന്നത്. അപ്പം ചില പ്രദേശങ്ങളിൽ മാത്രം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അവധി ദിവസമാണ്, വീടുകളിൽ കൂടുതൽ ആളുകളുള്ള സമയമാണ്. ജാഗ്രത പുലർത്തണം എന്ന മുന്നറിയിപ്പ് തന്നെയാണ് കൃത്യമായി ഉള്ളത്. ഒപ്പം തന്നെ റെഡ് അലർട്ട് ആയതുകൊണ്ട് ജില്ലയിൽ ഖനനത്തിന് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണെടുപ്പ്, മണലെടുപ്പ്, കിണർ നിർമ്മാണം തുടങ്ങിയവയ്ക്ക് താൽക്കാലികമായുള്ള നിരോധനമാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പം ഈ അവധി ദിവസമായതുകൊണ്ട് അത് ആഘോഷിക്കുന്നതിന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോവുക, വിനോദസഞ്ചാരത്തിനായി പോവുക എന്നതൊക്കെ പരമാവധി ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പാണ്. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, ബീച്ചുകൾ എന്നിവിടങ്ങളിലേക്കൊക്കെ ഉള്ള യാത്രയ്ക്ക് പൂർണ്ണ നിരോധനമാണ്. ഒപ്പം മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന നിരവധി പ്രദേശങ്ങളുണ്ട്. നേരത്തെ തന്നെ അവയൊക്കെ കണ്ടെത്തി വെച്ചിട്ടുള്ളതാണ്. ആ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. തീർച്ചയായിട്ടും രാഹുൽ, കഴിഞ്ഞ മഴയ്ക്ക് നമ്മൾ കണ്ടതാണ് റെയിൽവേ പാളത്തിലടക്കം വലിയ മരങ്ങളാണ് കടപുഴകി വീണത്. അത് വലിയ യാത്രാ തടസ്സവും ആശങ്കയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ അതൊക്കെ മരങ്ങളൊക്കെ കൃത്യമായി മുറിച്ചു മാറ്റുകയും മറ്റും ചെയ്തിട്ടുണ്ടാകുമല്ലേ? ലക്ഷ്മി, ഞാൻ പറഞ്ഞത്, അതായത് ഈ ഇത്തരം അപകട സ്ഥലങ്ങളിൽ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ രാത്രി 7 മുതൽ വൈകിട്ട് 7 മുതൽ രാവിലെ 7 വരെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ കാലവർഷത്തിൻ്റെ തുടക്കം, മൺസൂണിൻ്റെ തുടക്കത്തിൽ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ മരങ്ങൾ ഒടിഞ്ഞു വീണ് കടപുഴകി വീണാണ് വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടായത്. വീടുകൾ തകർന്നതും KSEBക്ക് വലിയ നാശനഷ്ടമുണ്ടായതും നിരവധി സ്ഥലങ്ങളിൽ മരമൊടിഞ്ഞു വീണ റെയിൽവേ യാത്രകൾ മുടങ്ങിയതടക്കം, തടസ്സപ്പെട്ടതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. മരങ്ങൾ, ഈ അപകട സാധ്യതയായി നിൽക്കുന്ന മരങ്ങൾ പൂർണ്ണമായും മുറിച്ചു മാറ്റി എന്നൊന്നും പറയാൻ കഴിയില്ല. എന്തെങ്കിലും പക്ഷേങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ഇടപെടലുണ്ടായി മുറിച്ചു മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പൂർണ്ണമായും മുറിച്ചു മാറ്റിയെന്ന് പറയാൻ കഴിയില്ല. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലടക്കം അപകട സാധ്യതയോടെ നിൽക്കുന്ന നിരവധി മരങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ സ്വകാര്യ വ്യക്തികളോട് മുറിച്ചു മാറ്റുന്നതിനുള്ള നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും കാര്യമായി അത് നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുതന്നെയായാലും റെഡ് അലേർട്ടാണ്. 17-ാം തീയതി വരെ കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. കൃത്യമായ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. ശരി രാഹുൽ, നമുക്ക് ഫെലിക്സിലേക്ക് കൂടി പോകാം. ഫെലിക്സ്, കണ്ണൂരെ മഴ എങ്ങനെയാണ്? ഇന്നലെ ഫെലിക്സ് പറയുന്നുണ്ടായിരുന്നു തുടർച്ചയായ മഴയായിരുന്നു കണ്ണൂരിൽ. ഇന്നും അത് തന്നെയാണോ അവസ്ഥ? വലിയ ശക്തമായ മഴയല്ലെങ്കിൽ കൂടി ശമനമില്ലാതെ ജില്ലയിലെമ്പാടും മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ്, അതിപ്പോഴും തുടരുന്നുണ്ട്. നേരിയ ചില സമയങ്ങളിൽ മാത്രമാണ് മഴ അല്പമെങ്കിലും ഒന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ അതിശക്തമായ മഴയല്ല എന്നത് ഒരു ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഈ മെയ് മാസം അവസാനം നല്ല മഴ ജില്ലയിലെമ്പാടും ലഭിച്ച സമയത്ത് താഴത്തെ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരുന്നു. പക്ഷേ അത്തരം സാഹചര്യം ഇപ്പോഴില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ശക്തമായി കാറ്റടക്കം ഇന്നലെ അനുഭവപ്പെട്ടു. മുണ്ടയാട് റോഡിലേക്ക്, അത് മട്ടന്നൂരും കണ്ണൂർ പ്രധാനപ്പെട്ട റോഡാണ്, ആ റോഡിലേക്ക് മരം പൊട്ടി വീണിരുന്നു. അങ്ങനെ വൈദ്യുതി കമ്പികൾക്കടക്കം നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇപ്പോഴും നൽകുന്നുണ്ട്. രാവിലെ പാൽ പത്ര വിതരണക്കാരൊക്കെ പോകുമ്പോൾ വൈദ്യുതി ലൈനോ മറ്റോ ഈ റോഡുകളിലോ വെള്ളത്തിലോ മറ്റോ വീട് കിടപ്പുണ്ടോ എന്ന ശ്രദ്ധയടക്കം ഉണ്ടാകണമെന്ന നിർദ്ദേശമടക്കം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ഏതായാലും മഴ ഇപ്പോഴും തുടരുന്നു. രാത്രി ആരംഭിച്ച മഴയാണ്. ഒരുപക്ഷെ മഴ നീണ്ടു നിന്നാൽ താഴ്ന്ന പ്രദേശങ്ങളടക്കം വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മറ്റൊരു ആശ്വാസകരമായ കാര്യം, നാളെ റെഡ് അലർട്ട് ഇല്ല. ഇന്നും കൂടിയാണ് കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മഴ നാളെ തൊട്ട് കുറയാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു നേരിയ ആശ്വാസമാണ്. പക്ഷേ മഴ തുടർന്നാൽ തീർച്ചയായിട്ടും ഈ മെയ് മാസം അവസാനം കണ്ടതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം
കയറാൻ സാധ്യതയുണ്ട്, വെള്ളക്കെട്ട് രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതായാലും തുടർച്ചയായ മഴയാണ്. മറ്റ് അപകടങ്ങളോ ആൾനാശമോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ ഫെലിക്സ്? അത്തരം സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെയും. ഇന്നലെ ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടിരുന്നു. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മുണ്ടയാട് മരം റോഡിലേക്ക് പൊട്ടി വീഴുന്നൊരു സംഭവം ഉണ്ടായി. അതൊഴിച്ചു കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഫയർഫോഴ്സ് അടക്കമെത്തി പലപ്പോഴും ഈ റോഡിലേക്ക് ഉള്ള അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള മരങ്ങളൊക്കെ തന്നെ മുറിച്ചു മാറ്റുന്നുണ്ട്. ഒപ്പം മറ്റ് ഈ വൈദ്യുതി പോസ്റ്റുകൾ മറ്റോ തകരാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത്തരം വിവരങ്ങൾ ഉടനെ KSEB വിളിച്ചറിയിക്കണം എന്നുകൂടി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ശരി ഫെലിക്സ്, എന്തായാലും കണ്ണൂരും കോഴിക്കോടുമൊക്കെ മഴ തുടരുന്നുണ്ട്. നിലവിൽ ആൾനാശമോ അപകടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇടവിടാതെയുള്ള മഴയാണ് പെയ്യുന്നത് എന്നുള്ളതാണ് രാഹുൽ KVയും ഫെലിക്സും നൽകിയ വിവരം.